എന്റെ കർത്താവേ, ഒരു വൈദികനാവാൻ റോമിലേക്ക് ഉപരിപഠനത്തിനെത്തിയ എന്റെ മുന്നിലേക്ക് എന്തിനാണ് കർത്താവെ നീ തള്ളിവിട്ടത്? ആ മാൻപേട കണ്ണുകളുള്ള മാലാഖി റോമിൽ നിന്ന് അവളുടെ താമസ സ്ഥലമായ ഈ ലണ്ടൻ മഹാനഗരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അവളുടെ ആ ചിരിയല്ലേ? കർത്താവിന് മാത്രം ധ്യാനിച്ചേർന്ന എന്റെ മനസ്സിൽ, എന്റെ കണ്ണിൽ എന്തിനവളുടെ രൂപം നീ കാണിച്ചു തന്നു? ചൈനാവൻ മതിലിന്റെ പൊക്കമുള്ള സെമിനാരിയുടെ മതിൽ ചാടിക്കടക്കാൻ എന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചത് കർത്താവ് തന്നെയല്ലേ? പറയൂ, ഇനി ഈ ദാസൻ എന്താണ് ചെയ്യേണ്ടത്? എന്താ അങ്ങയുടെ അഭീഷ്ടം അതാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്റെ മുമ്പിലൂടെ അവൾ കടന്നു വരണം. എങ്കിൽ മാത്രമേ ഞാൻ ആ ജീവിതത്തിലേക്ക് പോകൂ കർത്താവേ. കർത്താവേ, സമയത്ത് തന്നെ അവൾ വരുത്തണേ. എന്നും പതിവ് പോലെ അവൾ തെറ്റിക്കാണ്ട് വരണേ. കർത്താവേ, താങ്ക് യു സോ മച്ച് കർത്താവേ. ഹായ്. കണ്ടില്ലേ കർത്താവേ, എത്ര നാളെ അവളിങ്ങനെ മൈൻഡിലാണ് പോണത്? എന്ത് ധൈര്യമായിട്ട് പോയി വളച്ചോളാനോ? എങ്കിൽ ഞാൻ അവള് വിടില്ല കർത്താവേ, വിടില്ല ഞാൻ. ഞാൻ ആരാണെന്ന് കേരള പോലീസിനും കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർക്കും എന്നെ അറിയാം. എന്നിട്ടും സാറിന് എന്നെ മനസ്സിലായില്ല? സാറേ, അയാളുടെ കുക്ക കുശിനിക്കാരൻ. നീ എന്തിനാണ് ഒളിഞ്ഞു നോക്കിയത്? ഒരു സിംഹക്കുട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ അറിയാതെ ഒളിഞ്ഞു നോക്കി പോയതാ സാറേ. അണ്ടർവേൾഡ് കിങ്, അധോലോക ചക്രവർത്തി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തെ കാണാൻ കൊതിയാകുന്നു. പറയൂ സാർ, എപ്പോഴാ കിങ് വരുന്നത്? വെൽക്കം ടു കൊച്ചിൻ. മിനിസ്റ്റർ ദേവിലാൽ പട്ടേൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്, അതുകൊണ്ട് മാത്രം. ഹോം മിനിസ്റ്റർ സുധാകരൻ സാർ. ഹലോ. ഹലോ. IG ചന്ദ്രദാസ്. ഹലോ. ഹലോ. ഇത് കമ്മീഷണർ ഹരിഹരൻ തമ്പി. ഹലോ. ഹലോ. അയ്യോ സാറേ, ഇത് അങ്ങാട്ടങ്ങാട്ടാ പിടിച്ചാണ്. എന്റെ പളനിമല അയ്യപ്പാ. അയ്യോ, ഞാൻ കടിച്ച് തിന്നട്ടാ. കുട്ടിക്കാലത്ത് അധോലോക സിനിമകൾ കണ്ടു കണ്ട് അധോലോക ചക്രവർത്തിയാകാൻ വേണ്ടി വീട്ടിൽ നിന്ന് നാട് വിട്ടിറങ്ങിയതാ ഞാൻ. ഇപ്പോഴും ഇവിടുത്തെ അടുക്കള ചക്രവർത്തിയായിട്ട് വാഴുന്നു. എന്നെ അനുഗ്രഹിക്കണം സാറിന് പാവം കിട്ടും. എന്നെ അങ്ങനെ വലിച്ചെറിയരുത്. പോയാ ഞാനും കണ്ടേ. നമസ്കാരം. നമസ്കാരം. ഇതാണ് പയ്യൻ. നല്ല സ്റ്റൈലും പയ്യനല്ലേ ചായ? എന്താ പേര്? ജോർജ് കുട്ടി. മുംബൈയിലാ ജോലി. 5-8 കൊല്ലമായിട്ട് സ്പെയർ പാർട്സിന്റെ ബിസിനസ്സാ. അവിടെ സ്വന്തമായിട്ട് ഫ്ലാറ്റും കാറും ഒക്കെ ഉണ്ട്. നാട്ടിൽ ബന്ധുക്കളായിട്ട് പറയത്തക്ക ആരുമില്ല. ഞാൻ വകയിൽ ഒരു അമ്മാവനാ. ഇതെന്റെ ഭാര്യ. പപ്പ 25 കൊല്ലം മുമ്പ്. അറിയാം, രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജവാന്റെ മകനാണ് ആലോചനയുമായി വരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു. അല്ല, മക്കൾ എത്രയാ? വർഗീസ് മാപ്പിളക്ക് മക്കള് 4, 2 ആണും 2 പെണ്ണും. ഇതെന്റെ മൂത്ത മകൻ ക്രിസ്റ്റി. നമസ്കാരം. സൗത്ത് ഇന്ത്യൻ ബാങ്കിലാ ജോലി. ഇളയവൻ ജോജി. അവനെവിടെ? ജോജി പ്രസന്റ്. ഞാനിവിടെ ഉണ്ട്. നേർന്നു കിട്ടിയ സമ്പാദ്യ. സെമിനാരി പഠിക്കുക അച്ചമ്പട്ടത്തിന്. കുടുംബത്തിൽ ഒരു പുരോഹിതൻ, അതിന്റെ അന്തസ്സൊന്നു വേറെ തന്നെയാ. ആർക്ക് ഇവിടെ എന്റെ ജന്മം പോയി നിൽക്കുക. ക്രിസ്റ്റി, മോളെ വിളിക്കടാ. ഒറ്റക്കൊണ്ട, ഞാനും വരാം. വന്നില്ലെങ്കിലോ? നീ പറയടാ. ഇത്രയൊക്കെ ഒരുങ്ങിയാ മതി കേട്ടോ. കൂടുതൽ സുന്ദരിയായ പിന്നെ ഈ കല്യാണം നടക്കില്ല. അതെന്താ? ചെറുക്കന് മാച്ച് ആവില്ല. ഇച്ചേന ആളെ കണ്ടോ? പിന്നെ കണ്ടില്ലേ? നീ പറഞ്ഞു കൊടുക്ക. നീ പറഞ്ഞു കൊടുക്ക. അതെ, അത് ഒരു കണ്ണ് ഇങ്ങനെയാ. പിന്നെ മുടിയില്ല. കാക്കക്കർമ്മനാണെങ്കിലും ചുണ്ടിന് നല്ല ചോപ്പുണ്ട്. പിന്നെ നടക്കുമ്പോഴുള്ള മുടന്നുണ്ടല്ലോ. ഇച്ചേത് ആക്സിഡന്റിൽ വന്ന പോളിയാണോ അതോ? ആക്സിഡന്റിലല്ലേ ചെവി പോയത്? ആണോ? പിന്നെ എന്തായാലും പൂത്ത കാശ. അതുകൊണ്ട് അപ്പച്ചൻ കല്യാണത്തിന് വാക്ക് കൊടുത്തത്. നീ വിഷമിക്കണ്ട മോളെ, വിധിച്ചതല്ലേ നടക്കൂ. ഇച്ചയ, എന്തത് വല്ല കുട്ടികളെ പോലെ. ഇദ്ദേഹം എന്റെ അനിയനാ, കൊച്ചുതോമ, വില്ലേജ് ഓഫീസറാ. ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോ അമ്മയില്ലാത്ത എന്റെ 4 മക്കളെയും കല്യാണം പോലും കഴിക്കാതെ പൊന്നുപോലെ നോക്കി വളർത്തിയത് ഇവനാ. അങ്ങോട്ട്
മോനെ സൂക്ഷിച്ചു നോക്ക്. നോക്കാൻ വായിസേ ബാക്കി ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ നക്കി കുടിക്കും. ആർക്കാണോ അത്? പുലിയിരുന്ന് നാടുന്ന കണ്ടില്ലേ? തനിക്കെന്താ അവിടെ കാര്യം? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഡിന്നറിന് നോർത്ത് ഇന്ത്യൻ ഡിഷോ സൗത്ത് ഇന്ത്യൻ ഡിഷോ? ചോദിച്ചേ കേട്ടില്ലേ? തനിക്കെന്താ ഇവിടെ കാര്യമൊന്നും? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ എനിക്ക് ഇവിടല്ലേ കാര്യം? സാറിന്റെ പോലീസ് എന്നെ അന്വേഷിച്ച് ലോകം മുഴുവൻ തിരച്ചിലോടെ തിരച്ചില്ല. എന്നെ പോലീസ് തിരയാത്തൊരിടം അത് ആഭ്യന്തരമന്ത്രിയുടെ വീട് തന്നെ അല്ലേ? ഓ എന്തൊരു ബുദ്ധി! കള്ളൻ ഒരു ഉമ്മ വെച്ചോണ്ടല്ലോ. പുറത്തുള്ള പോലീസിനെ വിളിക്കണോ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കണോ തന്റെ പോലീസിനെ? ആ സമയം പത്രക്കാരെയും ടി വിക്കാരെയും കൂടെ ഞാൻ വിളിക്കാം. ഹോട്ട് ന്യൂസിന് വേണ്ടി വായും പൊളിച്ചിരിക്കുന്ന അവരുടെ മുമ്പില് എനിക്കൊരു സദ്യ തന്നെ വിളമ്പാനുണ്ട്. സദ്യയോ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ആകെ കൂടി ചോറ് ഉള്ളിത്തീയലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. സാറേ ദേ വടക്കൻ സാറ്, അല്ല വടക്കൻ സാറ്. ഗോ ഇൻസൈഡ്. നടക്ക. സാർ വെടിവെപ്പ് നടക്കൂ? ഉണ്ടെങ്കിൽ ഒരു പഴയ തൊക്കെ എനിക്കും താ. എനിക്ക് വെടിവെക്കാൻ കൊതിയാവുന്നു. സത്യം, ഞാൻ ഇതുവരെ വെടിവെച്ചിട്ടില്ല. ലേശം ഇരുണ്ടിട്ടാണല്ലോ. അതൊക്കെ ഫെയർ അല്ല ഒരു തേച്ചാ മാറുന്നേ. ഇപ്പൊ ഞാൻ തന്നെ എത്ര ഇരുണ്ടിരുന്നതാ, ഇപ്പൊ ഇത്ര വിളക്കാൻ കാര്യം എന്താ? ഫെയർ അല്ല ഒലി. സാർ ഒന്ന് മൂളി കിട്ടിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സാറ് കൊച്ചിയിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫോമർ ആയ. ഈശ്വര, എന്നെ ഈ കുടുംബത്തിൽ കണ്ട തല്ലി കൊല്ലുന്നാ പറഞ്ഞേക്കണത്. അമ്മച്ചി എന്ത് കൊലച്ചതിയായി ചെയ്തത്? നീ പേടിക്കാതടാ, ഞാൻ പറഞ്ഞോളാം അവനോട്. എടാ നിന്നോട് പല പ്രാവശ്യം ഈ വീടിന്റെ പടി കടക്കരുതെന്ന് പറഞ്ഞല്ലോ. അമ്മച്ചി, ഞാൻ അവനോട് വരാൻ പറഞ്ഞത്. എന്തിന്? അത് സാറേ ഇവിടെ കൊള്ളാവുന്ന ഒരു വേലക്കാരെ വേണമെന്ന് അമ്മച്ചി പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. അതിനെന്തിനാടാ ഈ ഫോട്ടോസ്? നല്ല കുട്ടിയെ നോക്കി തെരഞ്ഞെടുക്കാനായിട്ട്. സാറൊന്ന് സെലക്ട് ചെയ്തേ. മുഖം നോക്കിയാണോ വേലക്കാരി തെരഞ്ഞെടുക്കുന്നത്? വൃത്തിയും വെടുപ്പും വെച്ച് വിളമ്പാനുള്ള നൈപുണ്യം അതല്ലേ പ്രധാനം. എല്ലാ ക്വാളിറ്റീസും ഉള്ള പെൺകുട്ടികൾ ഇതിന്റെ അകത്തോട്ട്. സാർ ഇതിന്ന് പറഞ്ഞതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ചരട് കൂടി കഴുത്തെ കെട്ടിയാൽ മതി. പിന്നെ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളും, ശമ്പളം കൊടുക്കേ വേണ്ട. അല്ല, ഈ ശമ്പളമില്ലാത്ത വേലക്കാരികളാണല്ലോ ഭാര്യമാര്. വിടടാ അവനെ. മക്കൾ ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ഏതമ്മയാടാ ആഗ്രഹിക്കാത്തത്? ഞാനൊരു IPS ഓഫീസറായി കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് അമ്മച്ചിയല്ലയോ? ആ ആഗ്രഹം സാധിച്ചില്ലയോ? അങ്ങനെ ഒരു പോലീസ് ഓഫീസർക്ക് ആരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ വളയാത്തൊരു നട്ടല് വേണം. പെണ്ണും കുഞ്ഞുങ്ങളും വന്നാ പിന്നെ പോലീസിന്റെ വീര്യം ചോരും. പിന്നെ ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ ഇക്കാര്യം പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കില്ലേ? ഈ അമ്മച്ചി നിനക്കൊരു ബാധ്യതയാണെങ്കിൽ എന്നെ വല്ല ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കിയത്. അപ്പോഴേക്കും അമ്മച്ചി പിണങ്ങിയോ? ഞാൻ ഈ ആഴ്ചയിൽ കൊച്ചിന്ന് കണ്ണൂർ വരെ തനിച്ച് വണ്ടി ഓടിച്ചു വരുന്നത് ആരെ കാണാനാ? എന്റെ അമ്മച്ചിയെ കാണാനില്ലയോ? പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട, പോ. സാറേ, ഞാൻ സാറിന് ഉപദേശിക്കണമെന്ന് കരുതരുത്. വയസ്സാം കാലത്ത് സാറിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സാറിന് ആര് നോക്കും? ഇഷ്ടപ്പെട്ട പേര് സ്റ്റെല്ല, വീട് കൊച്ചിയില്, നല്ല അടുക്കും ഒതുക്കുള്ള കുട്ടിയാ. ആണുങ്ങളെ കണ്ട നാണിച്ചകത്തേക്ക് പോകും, മുഖത്ത് പോലും നോക്കില്ല. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചായൻ. ചെയ്ത തെറ്റിന് സോറി പറയേണ്ടത് SP ജോസഫ് വടക്കനാണ്. നല്ല ഒന്നാം തരം പാരമ്പര്യമുള്ള തറവാട്ടുകാരാ. അപ്പച്ചൻ വറീസ് മാപ്പിള, ഒരു പട്ടാളക്കാരനാ, ക്യാപ്റ്റൻ. 2 ആണും 2 പെണ്ണും. മൂത്ത മകൻ ക്രിസ്റ്റി ബോംബെയിൽ തോക്കുണ്ടാക്കുന്ന കമ്പനിയിലെ ജനറൽ മാനേജറാ, വലിയ പോസ്റ്റാ. സൽസ്വഭാവി. ഇളയവൻ പള്ളിയിലച്ഛനാവാനുള്ള ഒരു പരിശ്രമത്തിലാ. പിന്നെ മൂത്ത മകളുടെ ഭർത്താവ് ഈയിടെ തന്റേതല്ലാത്തൊരു കാരണത്താൽ മരിച്ചു. അതൊരു സ്വാഭാവിക മരണം. എന്തുകൊണ്ടും നമുക്ക് ഒത്ത ബന്ധമാ. ശാന്തിയും സമാധാനവും ഒരുമിച്ച് നിന്നെ ഞാൻ എടാ നിനക്കറിയോ, ഈ കുട്ടിയുടെ വീട്ടിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. പ്രതി ഇവളുടെ മൂത്താങ്ങള ക്രിസ്റ്റി. കൊല്ലപ്പെട്ടത് ചേച്ചിയുടെ ഭർത്താവ്. അപ്പൊ ഇതും നടക്കില്ല. എന്നാ ഫോട്ടോ ഇങ്ങോട്ട് തന്നേരി. ആ കയ്യിലിരുന്നോട്ടെ, അന്വേഷണത്തിന് ഉപകരിക്കും. ചില കാര്യങ്ങൾ ആ ബ്രോക്കർ കൂട്ടം മറച്ചു വെച്ചെങ്കിലും
പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ നല്ല ഒന്നാന്തരം കുടുംബക്കാര് തന്നെ പാലമറ്റത്തുകാർ. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള. ആരും ആഗ്രഹിക്കും അതുപോലൊരു അപ്പച്ചന്റെ മകനായി ജനിക്കാൻ. ഇപ്പൊ എന്റെ റോൾ മോഡൽ അദ്ദേഹമാ. ഇത് ഇളയ മകൾ സ്റ്റെല്ല. പുലിക്ക് പിറന്നത് പൂച്ചക്കുട്ടിയാവോ? IPS കാരനായ ഞാൻ പോലും പകച്ചു നിന്നിട്ടുണ്ട് അവളുടെ വാക്കുകൾക്ക് മുന്നിലും നോട്ടത്തിനും. ആ ഇങ്ങനൊരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത്. എന്നാ പറഞ്ഞേ? നിന്നെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള ഈ പെങ്കൊച്ചിനെ എനിക്കൊന്ന് കാണണം. അമ്മച്ചി അവിടെ വെറുതെ ചെന്ന് ഒന്നും പറയണ്ട. ഈ പെങ്കൊച്ചി ഈ കുടുംബത്ത് വന്ന് കയറിയ പിന്നെ എന്റെ മോൻ ആരുടെ മുമ്പിലും നട്ടല് വളയ്ക്കേണ്ടി വരില്ല. SP വടക്കിന് എനിക്ക് ട്രെയിനിങ് ക്യാമ്പ് പോലും അറിയാം സാർ. പകയുടെ കാര്യത്തിൽ ഒറ്റയാനാണ് അവൻ. സാറേ, ഈ വിവരം മൂന്നാമതൊരാൾ അറിയരുത്. എല്ലാം നാലാമതൊരാൾ കേട്ടില്ലേ? താനോ? പപ്പു, ഞാൻ പറയും സാർ. പറയടോ. മുകളിൽ ഇരിക്കുന്നവൻ എല്ലാം കേട്ടു. ഞാൻ ഉദ്ദേശിച്ചത് ഈശ്വരനെയാ. പോടാ സാർ പുറത്ത്. കുടിക്കാൻ വെള്ളവും അവിടെ വെച്ചിട്ട് പോടോ. ആ നിങ്ങൾ ചെല്ല്. സാർ മറ്റേ കാര്യം പറയാം, നിക്ക്. എന്താടോ? സാർ, കുരുട്ട് ബുദ്ധിയുള്ള കമ്മീഷണറുടെ തല താലികെട്ട നേരത്ത് കാണുവോ ആവോ? SP വടക്കൻ ഒറ്റയാനാണെങ്കിൽ മുകളിലിരിക്കുന്നവൻ കൊലകൊമ്പനാ. കൊലകൊമ്പൻ. സാർ, അമ്മേ